ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ ഇന്ത്യൻ മാർക്കറ്റ് ഹ്യൂജ് വളറ്റിലിറ്റിക്ക് സാക്ഷ്യം വഹിച്ച ഒരു വീക്കായിരുന്നു. ആഴ്ചയുടെ തുടക്കത്തിൽ മികച്ച മുന്നേറ്റം നടത്തിയെങ്കിലും ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് മാർക്കറ്റിനെ വൻതോതിൽ താഴോട്ടേക്ക് വലിച്ചിഴച്ചു. എന്നാൽ ലാസ്റ്റ് ഫ്രൈഡേ ഉണ്ടായിട്ടുള്ള ഒരു ശക്തമായ റിക്കവറി ആ ഒരു വലിയ തകർച്ചയിൽ നിന്നും മാർക്കറ്റിനെ രക്ഷപ്പെടുത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യൻ കമ്പനികളുടെ മികച്ച Q1 ഏർണിങ്സും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ ആ ഒരു പിന്തുണയും അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസ് 80-ൽ താഴെ തന്നെ നിലനിന്നത് കൊണ്ടുമൊക്കെയുള്ള ആ ഒരു ശക്തമായ സപ്പോർട്ട് മാർക്കറ്റിലുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ ബ്രോഡർ മാർക്കറ്റ് പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ മുന്നേറ്റം നടത്തിയത് നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ആണെന്ന് കാണാം. നിഫ്റ്റി 50 നെഗറ്റീവിൽ പോയപ്പോഴും മിഡ് ക്യാപ്പ് 1% നേട്ടം ഉണ്ടാക്കി. അതേപോലെ തന്നെ മൈക്രോ ക്യാപ്പും സ്മോൾ ക്യാപ്പും നിഫ്റ്റി നെക്സ്റ്റ് 50 ഒക്കെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തായിട്ട് കാണാം. ഇപ്പോൾ റീറ്റെയിൽ നിക്ഷേപകർ മാർക്കറ്റിൽ ഇപ്പോഴും സജീവമാണെന്നതിൻ്റെ തെളിവാണ് നമ്മൾ മൊത്തത്തിൽ ഇത്തരത്തിലുള്ള ഒരു ബ്രോഡർ മാർക്കറ്റ് പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത്. അതുപോലെ ലാസ്റ്റ് വീക്ക് ഇന്ത്യൻ മാർക്കറ്റിലെ സെക്ടർ വൈസ് പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായ മുന്നേറ്റം നടത്തിയിട്ടുള്ളത് നിഫ്റ്റി റിയാലിറ്റിയാണ്. അവരുടെ ബിസിനസ് അപ്ഡേറ്റുകൾ വളരെ പോസിറ്റീവാണ്. നല്ല Q1 റിസൾട്ടുകൾ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ഒരു സെക്ടർ ശക്തമായ മുന്നേറ്റം ഉണ്ടായത്. ഇതുപോലെ തന്നെ നിഫ്റ്റി IT-യിലും 2% ഒരു റിക്കവറി കഴിഞ്ഞ ആഴ്ച നേടിയതായിട്ട് കാണാം. അതുപോലെ നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ്, നിഫ്റ്റി എനർജി, നിഫ്റ്റി കമ്മോഡിറ്റീസ് ഒക്കെ പോസിറ്റീവിലാണ് ലാസ്റ്റ് വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അവിടെ നേരിയ പ്രോഫിറ്റ് ബുക്കിംഗ് പല സെക്ടറിലും നടന്നിട്ടുണ്ട്. ഇപ്പോൾ നിഫ്റ്റി മീഡിയ, നിഫ്റ്റി FMCG, അതുപോലെ CPSE, PSC, MNC, അതുപോലെ ഓട്ടോ, ഫാർമ, ഈ സ്റ്റോക്കുകളിലൊക്കെ നേരിയ തോതിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നായിട്ട് കാണാം. എങ്കിലും ഓവറോൾ നോക്കുകയാണെങ്കിൽ സെക്ടർ വൈസ് പെർഫോമൻസ് വളരെയധികം പ്രോമിസിംഗ് ആയിട്ട് നമുക്ക് ലാസ്റ്റ് വീക്ക് കാണാൻ കഴിയും. അപ്പോൾ അടുത്ത ആഴ്ച മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രിഗർ പോയിന്റ് ആയിട്ട് മാർക്കറ്റിൽ നിൽക്കാൻ പോകുന്നത് കോർപ്പറേറ്റ് റിസൾട്ടുകളായിരിക്കും. കാരണം TCSന്റെ റിസൾട്ട് വന്നതോടുകൂടി കോർപ്പറേറ്റ് റിസൾട്ട് സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേ TCSന്റെ റിസൾട്ട് മാർക്കറ്റ് എക്സ്പെക്ടേഷനേക്കാൾ ബെറ്റർ ആയിരുന്നു. അത് മൊത്തം IT ഇൻഡെക്സിൽ ഒരു ഉണർവ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച തന്നെ പല ജയന്റ് IT കമ്പനികളുടെയും റിസൾട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ HCL ടെക്നോളജീസിന്റെ റിസൾട്ട് ഉണ്ട്, ടാറ്റ എൽഎക്സി, L&T ടെക്നോളജി സർവീസസ്, അതുപോലെ വിപ്രോ തുടങ്ങിയ ലീഡിംഗ് കമ്പനികളുടെ റിസൾട്ടുകൾ അടുത്ത ആഴ്ച വരുന്നുണ്ട്. കൂടാതെ ബജാജ് കൺസ്യൂമർ കെയർ, അതുപോലെ HDFC ലൈഫ് ഇൻഷുറൻസ്, HDFC AMC, ഏഞ്ചൽ വൺ, ICICI പ്രൊഡൻഷ്യൽ ലൈഫ്, ഗ്രോ, ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് തുടങ്ങിയ റിസൾട്ടുകളും അടുത്ത ആഴ്ച വരികയാണ്. അടുത്ത ആഴ്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇവന്റ് റിലയൻസിന്റെ റിസൾട്ട് ആയിരിക്കും. അത് ജൂലൈ 17 വരുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അധികം മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനി എന്നുള്ള നിലയ്ക്ക് റിലയൻസിന്റെ റിസൾട്ട് മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷൻ നൽകുന്ന ഒരു റിസൾട്ട് ആയിരിക്കും. ഇപ്പോൾ ജിയോയുടെ ആ ഒരു താരിഫ് വർധനവിന് ശേഷമുള്ള ആദ്യത്തെ ഒരു ക്വാർട്ടർലി റിസൾട്ടാണിത്. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ച് വെനസ്ഡേ ആ മാർക്കറ്റിനെ തകർത്തിട്ടുള്ള ഒരു പ്രധാന ഘടകം US-ഇറാൻ സംഘർഷങ്ങളായിരുന്നു. എന്നാൽ ആഴ്ചയുടെ അവസാനം US-ഇറാൻ ഒരു ചർച്ചകൾ പുനരാരംഭിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനകൾ മാർക്കറ്റിൽ വന്നതുകൊണ്ട് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘർഷം തുടരുകയും ഈ ഹോർമസ് സ്ട്രൈറ്റ് കൂടുതൽ ദിവസം അടഞ്ഞു കിടക്കുകയും ചെയ്താൽ ഗ്ലോബൽ ലെവലിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും അവസാനമുള്ള മാർക്കറ്റ് ക്ലോസിങ്ങിൻ്റെ ഒരു വിവരങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിൻ്റെ നിലവിലുള്ള പ്രൈസ് $76 പെർ ബാരൽ എന്ന ലെവലിലാണ് ബ്രന്റ് ക്രൂഡ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ആയതിനാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കമ്മോഡിറ്റി മാർക്കറ്റ് അവധിയാണ്. ഹോർമസ് സ്ട്രേറ്റിൽ ഉണ്ടായിട്ടുള്ള പുതിയ ഡെവലപ്മെൻറ്റ്സിന് ശേഷമുള്ള ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൻ്റെ ഒരു ശരിയായ പിക്ചർ നമുക്ക് തിങ്കളാഴ്ച രാവിലെ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് തകർന്ന സമയത്ത് FIAസും വൻതോതിൽ ലാഭമെടുപ്പ് നടത്തിയിരുന്നു. എന്നാൽ അവർ ലാസ്റ്റ് ഫ്രൈഡേ ബയേഴ്സായിട്ട് മാറിയതായിട്ട് കാണാം. അപ്പോൾ ഈ 2026 ജൂലൈ മാസം പിറന്നതിന് ശേഷം നമ്മൾ കാണുന്നത് FIAസിൻ്റെ ഇതുവരെയുള്ള ബൈങ് 4572 കോടി എന്നുള്ള ലെവലിൽ നെറ്റ് ബയേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. DIAs ആണെങ്കിൽ 11,000 കോടിയുടെ അവരെക്കാൾ ഡബിൾ ആയിട്ടുള്ള ബൈങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അപൂർവ സംഭവമാണ്. കാരണം 2026 മുൻ മാസങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലൊരു ട്രെൻഡ് ഉണ്ടായിട്ടില്ല. അപ്പോൾ 2025 മെയ് ജൂൺ മാസങ്ങളിൽ FIAs നെറ്റ് ബയേഴ്സ് ആയതിനു ശേഷം ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ജൂലൈ മാസം ഈ രീതിയിൽ നെറ്റ് ബയേഴ്സ് ആയിട്ട് അവരെ കാണുന്നത്. അപ്പോൾ ഈ ഒരു മാസം ഈ ട്രെൻഡ് എത്ര കാലം നിലനിൽക്കുമെന്ന് നമുക്കറിയില്ല. എങ്കിലും നീണ്ട 12 മാസങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഫിഗർ FIAസിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നത്. അപ്പോൾ ഇതൊരു ട്രെൻഡ് റിവേഴ്സലാകുമോ എന്നുള്ളതാണ് നമ്മൾ തീർച്ചയായിട്ടും ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിക്കവറി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നിലവിലെ ഇന്ത്യൻ കമ്പനികളുടെ Q1 റിസൾട്ടുകളിൽ വലിയ പ്രതീക്ഷയായിരിക്കാം FIAസിനുള്ളത്. അപ്പോൾ ഈ ഒരു തിരിച്ചുവരവിനുള്ള കാരണം ഒരുപക്ഷെ അതായിരിക്കാം. കൂടാതെ നമ്മൾ കാണുന്നത് ഇന്ത്യ വിക്സ് ഇപ്പോൾ വീണ്ടും നോർമലായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച അത് 14 മുകളിലേക്ക് പോയിരുന്നു. ഇപ്പോൾ അത് 12 ലെവലിലേക്ക് താഴ്ന്നിട്ടുണ്ട്.
ഇനി നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട രണ്ട് പ്രധാനപ്പെട്ട സെക്ടറുകളായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് IT സെഗ്മെൻറ്റും മറ്റൊന്ന് PSU ബാങ്ക് സെഗ്മെൻറ്റുമാണ്. കാരണം ലാസ്റ്റ് ഫ്രൈഡേ ഈ രണ്ട് സെഗ്മെൻറ്റുകളും ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തിയായിട്ട് കാണും. അപ്പോൾ ആ സെഗ്മെൻറ്റിലുള്ള രണ്ട് സ്റ്റോക്ക് പിക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ടെക് മഹീന്ദ്രയാണ്. ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ അവർ 1454 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലവിൽ അതിൻ്റെ RSI പരിശോധിച്ചാൽ 53 എന്ന ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഓവർ ബോട്ട് സോണിലേക്ക് പോയിട്ടില്ല, ഇനിയും മുന്നേറാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട്. അപ്പോൾ 1455 1460 ലെവലുകൾ വളരെ ശക്തമായ റെസിസ്റ്റൻസ് ലെവലാണ്. അതിന് തൊട്ടടുത്താണ് ഇപ്പോൾ അത് നിൽക്കുന്നത്. 10-day 20-day എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഒരു ഷോർട്ട് ടേമിൽ ഈ ട്രെൻഡ് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോൾ മൺഡേ ഇതൊരു 1458 1460 ലെവലിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല എൻട്രി പോയിന്റ് ആയിരിക്കും ഈ സ്റ്റോക്കിലും കാണാൻ കഴിയുക. അതിൻ്റെ ഒരു മിഡ് ടാർഗറ്റ് ആയിട്ട് 1500 നെക്സ്റ്റ് ടാർഗറ്റ് 1540 ആയിക്കൊണ്ട് 1420 എന്നുള്ള ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ സ്റ്റോക്കിൽ അത്തരം ഒരു മൊമെൻറ്റം മാർക്കറ്റാണ് മൺഡേ ഉണ്ടാകുന്നതെങ്കിൽ ഒരു സാധ്യതയുണ്ട്. അതല്ല ഒരു പുൾ ബാക്കാണ് മാർക്കറ്റിൽ ഒരു ഇടിവാണ് ഉണ്ടാകുന്നതെങ്കിൽ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലായിട്ടുള്ള 1435 1440 എന്ന ലെവലിലേക്ക് വന്നുകൊണ്ട് തിരിച്ചു കയറുകയാണെങ്കിൽ അതൊരു മികച്ച ബൈങ് അവസരമായിരിക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ 1450 1510 എന്നുള്ള ടാർഗറ്റ് നിശ്ചയിച്ചുകൊണ്ട് നമുക്ക് ഈ സ്റ്റോക്കിനെ സമീപിക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് 1410 എന്ന ലെവലിലും പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ടെക് മഹീന്ദ്രയുടെ Q1 റിസൾട്ടുകൾ വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നിർബന്ധമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഈ സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. മറ്റൊരു PSU സെഗ്മെൻറ്റിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ വെള്ളിയാഴ്ച നിഫ്റ്റി PSU ബാങ്ക് റാലി നടന്നപ്പോൾ SBI ആണ് അതിന് പ്രധാനപ്പെട്ട ഒരു പിന്തുണ നൽകിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച SBI 1000 1010 എന്നുള്ള ഒരു സപ്പോർട്ട് ലെവലിലേക്ക് താഴ്ന്നിരുന്നു. എന്നാൽ അവിടെ നിന്ന് ഇപ്പോൾ ശക്തമായൊരു ബൈങ് ഡിമാൻഡ് വരികയും ഒരു 1036 എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡെയിലി ചാർട്ടിൽ അതിൻ്റെ 20-day മൂവിങ് ആവറേജിന് മുകളിൽ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് പോസിറ്റീവായി മാറുന്നതിൻ്റെ ഒരു ലക്ഷണം കാണുന്നുണ്ട്. RSI ഇപ്പോൾ 54 നിൽക്കുന്നത്, അതായത് ഓവർ ബോട്ട് സോണിലേക്ക് പോയിട്ടില്ല. ഈ സ്റ്റോക്കിന് ഒരു മൊമെൻറ്റം സ്പേസ് ഇനിയും ബാക്കിയുണ്ട് എന്നാണ് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ ക്ലോസിംഗ് ആയിട്ടുള്ള 1039 മുകളിലേക്ക് ഇത് തുടരുകയാണെങ്കിൽ 1036 1041 ലെവൽ ഒരു എൻട്രി സോണാണ്. ടാർഗറ്റ് 1075 എന്ന ലെവലിൽ നിശ്ചയിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഒരു ടാർഗറ്റ് 1100 എന്നുള്ള ലെവലാണ്. അവിടെ തീർച്ചയായിട്ടും 1014 ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ട് ഒരു പുൾ ബാക്ക് എൻട്രി ആണ് വരുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ US ഇറാൻ പ്രശ്നങ്ങൾ കാരണം മാർക്കറ്റ് അഥവാ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ 1022 1026 എന്നുള്ള ഒരു ലെവലിൽ എൻട്രി കിട്ടുകയാണെങ്കിൽ നല്ലൊരു ബൈങ് സോണാണ്. അവിടെ ടാർഗറ്റ് 1065 അടുത്ത ടാർഗറ്റ് 1090 വെച്ചുകൊണ്ട് ഒരു 1004 എന്ന ലെവലിൽ ഒരു സ്റ്റോപ്പ് ലോസ് നിശ്ചയിച്ചുകൊണ്ട് ഈ സ്റ്റോക്കിൽ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ടെക്നിക്കൽ ചാർട്ടിൽ SBIയുടെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് കാണാൻ കഴിയും. കാരണം സ്റ്റോപ്പ് ലോസ് വളരെ അടുത്താണ്, എന്നാൽ മുകളിലോട്ടുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റിൽ ആഡ് ആവുന്നതാണ്. ഇത് നമ്മൾ നിഫ്റ്റിയുടെ ഒരു പ്രധാന ലെവലുകൾ നോക്കുകയാണെങ്കിൽ താഴേക്ക് പോകുകയാണെങ്കിൽ 24,000 24,050 എന്നുള്ള ആ ഒരു സോണ് അത് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇത് തകരുകയാണെങ്കിൽ 23,800 അടുത്തൊരു സപ്പോർട്ട്. മുകളിലോട്ടാണെങ്കിൽ 24,400 24,500 ലെവലുകൾ ശക്തമായ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്താൽ മാർക്കറ്റ് പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.